ക്ലോക്കിൽ രാത്രി ഉച്ചക്ക് 12 മണി എന്ന് കാണിച്ചു. സാറ ഞെട്ടിയെഴുന്നേറ്റു. നെഞ്ചിടിപ്പുകൂടി. AC വീണ്ടും കേടായി. നെറ്റിയിൽ വിയർത്തു. ഇടനാഴിയിൽ നിന്ന് ഒരു പതുങ്ങിയ ഉരസൽ. ഉരസൽ ശബ്ദം അവൾ കേട്ടു. ഇതൊക്കെ വീടിന്റെ ശബ്ദമാണ്, അവൾ സ്വയം പറഞ്ഞു. കട്ടിലിൽ നിന്ന് കാലുകൾ താഴെയിട്ടു. തറ ഐസ് പോലെ തണുത്തിരുന്നു. അവൾ പതുക്കെ നടന്ന് വാതിലിന്റെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കി. ഇടനാഴിയിൽ ഇരുട്ട് മാത്രം. അതിഥിമുറിയുടെ വാതിലിനടിയിൽ വെളിച്ചമില്ല. ഉരസൽ, ഉരസൽ, ഉരസൽ. ഇപ്പോൾ ശബ്ദം കൂടി അടുത്തുവന്നു. വെള്ളമുള്ളതുപോലെ തോന്നി. അവൾ പിന്നോട്ടു മാറി അലക്കുകൊട്ടയിൽ തട്ടി. അവൾ നേരെ നിന്നപ്പോൾ പെട്ടെന്ന് വാതിൽ ദ്വാരത്തിലൂടെ ഒരു വലിയ വെളിച്ചം മുറിയിലേക്കടിച്ചു. സാറ കണ്ണുകൾ പൊത്തി, പേടിച്ചു. താഴ്ന്ന മാറിയ ഒരു ശബ്ദം മരത്തിന്റെ മറവിൽ നിന്ന് ചോദിച്ചു, കാർഡ് ഇഷ്ടമായോ? സാറ നിന്നുപോയി. വീട്ടിൽ ഒരു ആൾ മാത്രമേയുള്ളൂ. അവളുടെ ഭർത്താവ് മൈക്കിൾ അടുത്തുതന്നെ ഉറങ്ങുന്നു. അവൾ നൈറ്റ് സ്റ്റാൻഡിൽ നോക്കി. വിളക്കിനടുത്ത് അന്ന് കിട്ടിയ പിറന്നാൾ കാർഡുണ്ട്. അതിന്റെ ഡിസൈൻ വളരെ മനോഹരമായിരുന്നു. കവറിന്റെ വിചിത്രമായ പരുപരുത്ത പ്രതലത്തിൽ കൈയോടിച്ച കാര്യം അവൾ ഓർത്തു. അവൾ ദ്വാരത്തിലേക്ക് നോക്കി. വെളിച്ചം പോയിരുന്നു. ക്ലോക്കിൽ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് എന്ന് തെളിഞ്ഞു. അവൾ പതിയെ കാർഡെടുത്തു. കവർ തിരിച്ചുനോക്കി. അടപ്പ് ഒരൊറ്റ കറുത്ത തുന്നൽ കൊണ്ട് അടച്ചിരുന്നു. ആ കവർ കടലാസായിരുന്നില്ല. അതൊരു നേർത്ത ഉണങ്ങിയ മനുഷ്യന്റെ തോലായിരുന്നു.